ഞാൻ ഇന്നിവിടെ കുക്ക് ചെയ്യാൻ പോണത് ഒരു ശതകുപ്പച്ചീര എന്ന് പറയുന്നൊരു സാധനത്തിൻ്റെ തോരനാണ്. തോരനല്ല, ചപ്പാത്തിക്ക് പറ്റിയൊരു കറിയാണ്. ശതകുപ്പച്ചീര സാധാരണ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല കേരളത്തിൽ. പിന്നെ ഇവിടെ കോമൺ ആയിട്ട് ബാംഗ്ലൂരിൽ വന്നപ്പോൾ അതിൻ്റെ ഇവിടെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് നോക്കിയപ്പം സാധാരണ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കും, പിന്നെ ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആണ് ഇതുവരെ കിട്ടിയ അറിവ്. ഞാനിതൊന്ന് കുക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കൂടെ അറിയിച്ചിട്ട് പറയാൻ ബാക്കി. പിന്നുള്ളത് ധനിയ ലീഫ്, അതിന് വേണ്ടുന്നത്. പിന്നെ ശകലം ജീരകം, മഞ്ഞൾപ്പൊടി, ശകലം മല്ലിപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 സവാള, 2 തക്കാളി, ഇത്രയും സാധനങ്ങൾ മതി. ആദ്യം ഈ ചതകുപ്പച്ചീര നല്ലവണ്ണം അരിഞ്ഞ് ചെറുതാക്കി എടുക്കണം. നമ്മൾ കത്തിയുള്ള ഒരു ചീഞ്ചട്ടി അടുപ്പിലോട്ട് വെച്ചു. അതിന് ശകലം എണ്ണ ഒഴിച്ചൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ജീരകം ഇട്ട് കൊടുക്കുക. ശകലം ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ആദ്യം നമ്മൾ ഇടേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ്. എന്തായാലും ഈ അതൊന്ന് മൂക്കട്ടെ. മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതിട്ട് കൊടുക്കണം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നാവുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഈ ചീര അരിഞ്ഞ് വെച്ചേക്കുന്ന ശതകുപ്പച്ചീര ഇട്ട് കൊടുക്കുക. ഇത് ചെറിയതായിട്ട് അരിയേണ്ട കാര്യമൊന്നുമില്ല, വലിയ ടെൻഷനൊന്നുമില്ല. ഇങ്ങനെ വേണമെങ്കിൽ അരിയാം, കാരണം പെട്ടെന്ന് ഇതങ്ങ് അവിഞ്ഞ് മാറും കട്ടി കുറവായതുകൊണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് പൊത്തി ഒന്ന് വെക്കുക. വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ബാക്കി പെട്ടെന്നങ്ങ് അവിഞ്ഞ് മാറും. എന്താ വെച്ചാൽ ഇതിന് വലിയ കട്ടിയുള്ള ഇലയല്ലല്ലോ, നമ്മുടെ ചീരയിലേക്കാളി കട്ടി കുറവല്ലേ. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ, അതായത് ടൊമാറ്റോയും, ഇതിന് ഒരു എരിവ് പോലെ തോന്നിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൊമാറ്റോയും ഇതുമൊക്കെ സവാളയൊക്കെ ഇത്തിരി കൂടുതൽ ഇടുന്നത്. നാക്കിനൊരു തടുപ്പ് തോന്നിക്കും നമുക്ക്. അപ്പോൾ അത് മാറാൻ വേണ്ടി നമ്മൾ കുറച്ച് സവാള ഇതൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് പ്രത്യേകിച്ച് വേറെ വലിയ കുക്കിംഗ് ഒന്നുമില്ല. നമ്മൾ സാധാരണയായിട്ട് ശകലം ബാക്കിയുള്ള മസാലകളൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് മല്ലിപ്പൊടി, ശകലം മുളക് പൊടി ആവശ്യത്തിന് എരിവിൻ്റെ അനുസരിച്ച്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇതൊന്ന് നല്ലവണ്ണം അതിനകത്തുനിന്ന് ഇങ്ങോട്ട് വെള്ളം വരുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അടച്ച് വെച്ച് നല്ലവണ്ണം ഡ്രൈ ആക്കി ചിക്കി എടുത്താൽ മാത്രം മതി. അതാവട്ടെ, അപ്പോഴത്തേക്ക് ഞാൻ വരാം. നമ്മൾ അതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലവണ്ണം വെള്ളം വറ്റി ഇനി ഒന്ന് ചിക്കി എടുത്താൽ മാത്രം മതി. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് മുട്ട വേണമെങ്കിൽ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ ടേസ്റ്റ് മാറ്റി എടുക്കാൻ പറ്റും.